കാനഡയിൽ നിന്ന് കേരളത്തിലേക്ക് 30 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ഫ്ലൈറ്റ് ജേർണി. വെസ്റ്റ് ജെറ്റിൻ്റെ ബോയിങ് 737 മാക്സ് 8 എന്ന വിമാനത്തിലാണ് നമ്മുടെ ആദ്യത്തെ യാത്ര. കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അടുത്ത ലേ ഓവർ എത്താൻ ഇനി 4.5 മണിക്കൂറോളം സമയമുണ്ട്. ചെറിയ ഫ്ലൈറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഫുഡൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. എങ്കിലും കോംപ്ലിമെൻ്ററി ആയി തന്നെ ഒരു ഗ്ലാസ് കോളയും ഒരു ബിസ്ക്കറ്റും കിട്ടി. 4.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അടുത്ത എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ബാഗേജ് ട്രാൻസ്ഫറോ സെക്യൂരിറ്റി ചെക്കിങ്ങോ ഇവിടെയില്ല. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനുള്ള ഫ്ലൈറ്റാണ് അടുത്തത്. അതിൻ്റെ ഇടയിൽ സ്വിസ് എയർലൈൻസിൻ്റെ ഒരു വിമാനം പുഷ് ബാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ ഫ്ലൈറ്റിൽ വേണം അടുത്തതായി ഇനി പോവാൻ. കാനഡയിലെ മോൺട്രിയാലിൽ നിന്ന് ദോഹ വരെ നീണ്ടു നിൽക്കുന്ന 13 മണിക്കൂറോളമുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയാണ് അടുത്തത്. അടുത്ത ഫ്ലൈറ്റിലേക്കുള്ള ബോർഡിംഗ് തുടങ്ങാൻ 3.5 മണിക്കൂറിൽ മേളിൽ വെയിറ്റിംഗ് ഉണ്ട്. 13 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.